السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫിഖഹ് മസല ക്ലാസ് റൂം, സുആൽ ജവാബ് ക്ലാസ് റൂം, പുല്ലാരായ കൂട്ടായ്മ, ലേഡീസ് ഗ്രൂപ്പ്, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനികളായ വേണ്ടപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയമായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു കൊണ്ടുവന്നത്. അതിൻ്റെ ഇന്നലെ നമ്മൾ വുളൂ ചെയ്ത ശേഷം ഖിബിലക്ക് തിരിഞ്ഞ് ആകാശത്തേക്ക് കൈ ഉയർത്തി 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയിലേക്കാണ് നാം വന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നാം ഇന്നലെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നമുക്ക് സംസാരിക്കാം. പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ ആ കുദ്റത്ത് കൊണ്ട് ഉറക്കമാവുന്ന ആ മഹത്തായ അനുഗ്രഹത്തിൽ നിന്നും ഉണർവാവുന്ന മറ്റൊരനുഗ്രഹത്തിലേക്ക് നാം വന്നപ്പോൾ അതിനുശേഷം പ്രാഥമികമായി പ്രായോഗികമാക്കേണ്ടുന്ന ചര്യകൾ, മുറകൾ, അതിൽ ആദ്യം നാം ചൊല്ലേണ്ടുന്ന ചില അദ്കാറുകളെ കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് നാം വുളൂഇൻ്റെ ഭാഗത്തേക്ക് എത്തുന്നത്. വുളൂ എന്നത് നമുക്കറിയാം മഹത്തായ ഒരു ഇബാദത്ത് തന്നെയാണ്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗവേഷകരൊക്കെയും ഇപ്പോൾ അത് മനസ്സിലാക്കി തന്നിട്ടും ഉണ്ട്. മുഖം കഴുകുന്നത് എന്തിന്, തല തടവുന്നത് എന്തിന് എന്നൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കപ്പെട്ടപ്പോൾ സയൻറ്റിസ്റ്റ് ലോകത്തിൻ്റെ ഗവേഷണം ആ ഭാഗത്തേക്ക് തിരിച്ചു. അവർ അതിലൊക്കെ ആന്തരികമായ വശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ളുഹറിൻ്റെ സമയം, സൂര്യൻ മധ്യത്തിൽ വരുന്ന സമയം, അപ്പോഴാണ് നമ്മൾ ളുഹറിൻ്റെ വുളൂ എടുക്കുന്നത്. അപ്പോൾ വെള്ളവും സൂര്യനും ഭൂമിയും നമ്മുമായിട്ടുള്ള ചില അമേധ്യമായ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ അടുപ്പിക്കാനും വേണ്ടി, ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന നന്മയും അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് മോശങ്ങളെയും ഒക്കെ തടയാനും വേണ്ടി പലപ്പോഴും നാം എന്തിനും ഉപയോഗപ്പെടുത്തുന്നത് വെള്ളം തന്നെയാണ്. ആ വെള്ളം നമ്മുടെ മുഖത്തേക്ക് തട്ടിക്കുന്നു, കയ്യിലേക്ക് തട്ടിക്കുന്നു, അതുപോലെ തന്നെ തലയിൽ നമ്മൾ തടവുന്നു. ആ വെള്ളത്തിൻ്റെ സ്പർശം തലയിൽ തട്ടുമ്പോൾ അതിൽ സൂര്യകിരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും അത് പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു സത്യം ഗവേഷകർ കണ്ടെത്തി. ഷെയ്ഖ് മുത്തവല്ലി, ഈജിപ്ഷ്യൻ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ മൗസുആത്തുൽ ഖുർആൻ, ഇജാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ അത് വിശദീകരിക്കപ്പെടുന്നും ഉണ്ട്. അപ്പോൾ ആ മഹത്തായ ഒരു ഇബാദത്ത് നാം നിർവഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷവും ഉണർവും നമുക്ക് ലഭിക്കുകയാണ്. ആ പ്രത്യേകമായ രീതി തന്നെയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിൻ്റെ ശേഷം നാം ചെയ്യുന്ന കർമ്മമായ വുളൂ. ആ പദപ്രയോഗത്തിൽ തന്നെ അറിയാലോ, വുളൂ ലൗ ആണ്, ഒരു പ്രകാശമാണ്. മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു പ്രകാശം, ബാഹ്യമായും ആന്തരികമായും ഒരു പ്രകാശമാണ്. നമുക്കറിയാം, ഇടയ്ക്കിടെ മുഖമൊന്ന് കഴുകിയാൽ ഒരു ഉന്മേഷം കിട്ടുന്നു എങ്കിൽ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് വെച്ചത് 5 നേരത്തെ വുളൂ ആണല്ലോ. നമുക്കറിയാം, നിസ്കാരത്തെക്കുറിച്ചും വുളൂവിനെക്കുറിച്ചും ഒക്കെ പ്രവാചകൻ തന്നെ ഉപമിച്ചത് നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയോടാണ്. ആ പുഴയിൽ നിന്ന് 5 നേരം കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വല്ല ധനസ്സുമുണ്ടാകുമോ, അഴുക്കുണ്ടാകുമോ എന്ന്. അതൊക്കെ വളരെ ഹൃദയസ്പർക്കായ ചില ഉപമപ്പെടുത്തലാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിൽ ഈ ഉന്മേഷത്തോടു കൂടെ ആ വുളൂ ചെയ്തു ഒരു വലിയ ഉന്മേഷം നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചു.
ആ ഉന്മേഷത്തോടു കൂടെ മനസ്സ് തുറന്നുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന ഒരു മഹത്തായ ഇബാദത്ത് തന്നെയാണ് പ്രാർത്ഥന. ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ സകല മേഖലകളെയും തൊട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന തന്നെയാണ്. ഉണർവിൽ നിന്ന് ഉണരുന്ന സമയത്ത് തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ പ്രാർത്ഥന തുടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് പല ദിക്റുകളും അതിലും പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലു ഇമ്രാനിലെ ചില ആയത്തുകൾ ഓതുമ്പോൾ അവിടെയും പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം പ്രത്യേകമായൊരു പ്രാർത്ഥനയും നമുക്കുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ വുളു എടുക്കാൻ വേണ്ടി കക്കൂസിൽ പോകുന്നത്, അവിടെയും ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞ് വുളു ചെയ്യുന്നു, ആ വുളു ചെയ്യുന്ന തുടക്കവും അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ ഒരു പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നു. ആ വുളു ഇന്ന് അവസാനിച്ചു, ആ ഉന്മേഷമൊക്കെ കിട്ടി, ശരീരത്തിന് നല്ല റാഹത്തായി. അൽഹംദുലില്ലാഹ് സുബഹിയൊന്നും ഖളാ ആവാതെ നേരത്തെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ സന്തോഷവും നമ്മളെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആ മാനസിക ഉല്ലാസത്തോടുകൂടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് രാജാധിരാജനായ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട്, അതും ആകാശലോകത്തേക്ക് കൈകളും കണ്ണുകളും ഉയർത്തിക്കൊണ്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം നാം മനസ്സിലാക്കി. അതിന്റെ ബാക്കി ഭാഗം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ വജഅൽനി സബൂറ ശകൂറ വജഅൽനി അദ്കുറുക ദിക്റൻ കസീറ വഉസബ്ബിഹുക ബുക്റതൻ വഅസീല വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ ഒന്നുകൂടി ചൊല്ലുകയാണ്: അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ വജഅൽനി സബൂറൻ ശകൂറ വജഅൽനി അദ്കുറുക ദിക്റൻ കസീറ വഉസബ്ബിഹുക ബുക്റതൻ വഅസീല വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഈ പ്രാർത്ഥന ഫുള്ളായിട്ട് പഠിക്കാൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലിയാലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും. മറ്റ് കിതാബുകളിൽ കാണാം. ഇത് ബിദായത്തുൽ ഹിദായയിൽ ഉള്ള വിഷയമാണ്. മറ്റ് കിതാബുകളും വിശദീകരിച്ചിട്ടുണ്ട്. اللهم اجعلني من التوابين واشهد ان لا اله الا الله واشهد ان محمد رسول الله. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك استغفرك واتوب اليك. ഒന്നുകിൽ ഇതെങ്കിലും പഠിക്കുക, അതല്ലെങ്കിൽ ഇത് ഫുള്ള്. രണ്ടാമത് പറഞ്ഞ ഒന്നുകൂടി ഞാൻ പറയാം. പെട്ടെന്ന് തിരക്കോ മറ്റോ ആകുമ്പോൾ എല്ലാം കൂടി എടുക്കാൻ സമയം കിട്ടാതെ വരികയാണെങ്കിൽ ഇങ്ങനെ ചെല്ലണം: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك استغفرك واتوب اليك. അപ്പോൾ ഇവിടെ ദുആയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എൻ്റെ അർത്ഥം നോക്കാം. അല്ലാഹുമ്മ തമ്പുരാനെ, എന്നെ പടച്ച റബ്ബേ, ഇജ്അൽനി എന്നെ നീ ആക്കണേ മിനത്ത് തവ്വാബീന തൗബ സ്വീകരിക്കുന്നവരിൽ പെടുത്തണേ. ജനിച്ച് മരിക്കുന്നതിന്റെ ഇടക്ക് നമുക്ക് കിട്ടേണ്ടുന്ന ഒരേ ഒരു അമേധ്യമായ സമ്പത്താണ് തൗബ. തൗബത്തുൻ നസൂഹ്. എന്ത് അമലും ചെയ്തു ഒക്കെയുണ്ട്, പക്ഷേ നസൂഹായ കുറ്റമറ്റതായ സ്വീകരിക്കപ്പെടുന്നതായ ഒരു തൗബയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന എന്നെ തവ്വാബീങ്ങളിൽ പെടുത്തണേ റബ്ബേ. സുബഹിക്ക് എഴുന്നേറ്റു, വുളു ചെയ്യാണ് ആദ്യമായിട്ട്. അതിനുശേഷം കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന. ഒരുപാട് തെറ്റുകുറ്റങ്ങളുടെ ഉടമയാണ് ഞാൻ. എൻ്റെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് മാപ്പ് ചെയ്തു തരണേ റഹ്മാനെ. വജഅൽനി അല്ലാഹുവേ എന്നെ നീ ആക്കണമേ മിനൽ മുതതഹിരീൻ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തണേ. എൻ്റെ കണ്ണിന് ശുദ്ധിയുണ്ടായിരിക്കണം, കൽബിന് ശുദ്ധിയുണ്ടായിരിക്കണം, കാതിന് ശുദ്ധിയുണ്ടായിരിക്കണം, ശരീരത്തിന്, കയ്യിന്, കാലിന് മുഴുവത്തിനും, എൻ്റെ അവയവങ്ങൾക്ക് മുഴുവനും ബാഹ്യവും ആന്തരികമായിരിക്കുന്ന ശുദ്ധി തരണേ. കിബ്ർ ഹസദ് പോലുള്ളതിൽ നിന്ന് എനിക്ക് എൻ്റെ കൽബിൽ ശുദ്ധത തരണേ റഹ്മാനെ.
അഷണ്ടകളിൽ നിന്ന് എനിക്ക് ശുദ്ധി തരണേ റഹ്മാനെ. വജ്അൽനി എന്നെ നീ ആക്കേണമേ മിൻ ഇബാദിക സ്വാലിഹീൻ, നീ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ. പിന്നെയോ വജ്അൽനി സബൂറ, രോഗം കൊണ്ട് കുറെ ബുദ്ധിമുട്ടുന്നുണ്ടാവും, കച്ചവടത്തിൽ ബിസിനസ്സിൽ കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും, ജോലിയിലുള്ള പ്രകാശമുണ്ടാകും, മക്കളെ എത്ര പറഞ്ഞ് നന്നാക്കിയിട്ടും നന്നാവാതെ വരുന്നതിൽ പ്രശ്നമുണ്ടാകും, ഭാര്യയോട് പറഞ്ഞത് കേൾക്കാത്തതിന്റെ പേരിൽ വിഷമമുണ്ടാവും, ഭാര്യക്ക് തിരിച്ചുമുണ്ടാകും. അങ്ങനെ പലതും പലതും. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ബുദ്ധിമുട്ട്, ജോലി ചെയ്യുന്ന കമ്പനിയിൽ ബുദ്ധിമുട്ട്, അങ്ങനെ പലയിടത്തും ബുദ്ധിമുട്ടുകളാണ് നമ്മൾക്ക് ഇങ്ങനെ തൊട്ടു തീണ്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു മുസ്ലിം, ഒരു മുഅ്മിനിന്റെ ലക്ഷണം എന്താണ്? ക്ഷമയാണ്. അതുകൊണ്ട് സബൂറ, എന്നെ നീ ക്ഷമാശീലരിൽ പെടുത്തണേ റഹ്മാനെ. വജ്അൽനി സബൂറ, അല്ലാഹുവേ എന്നെ നീ ക്ഷമാശീലരിൽ പെടുത്തണേ റഹ്മാനെ. ശക്കൂറ, എന്നാലോ എണ്ണമറ്റ നിഅമത്തുകൾ എനിക്ക് തന്നു. എനിക്ക് കാഴ്ചശക്തി തന്നു, കേൾവി ശക്തി തന്നു, നടക്കാൻ തന്നു, സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഇരിക്കാൻ, നടക്കാൻ, ഉറങ്ങാൻ, സകലമാന കഴിവുകളും എനിക്ക് അല്ലാഹുവേ നിഅമത്തുകളും എനിക്ക് കോരി വാരി തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു ചെയ്തൊരൊറ്റ നിഅമത്ത് ആലോചിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല. അങ്ങനെയുള്ള എന്നെ ആ ഷക്കൂറ, നീ നന്ദി ചെയ്യുന്നവരിൽ പെടുത്തണേ. വജ്അൽനി, എന്നെ നീ ആക്കണമേ. എങ്ങനെ ആക്കണമേ? അദ്കുറുക ദിക്റൻ കസീറ, അല്ലെ ഉദ്കുറുക ദിക്റൻ കസീറ, നിന്നെ അധികരിച്ച് ദിക്ർ ചെല്ലുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. നിന്നെ കൂടുതലായി ദിക്ർ ചെയ്യുന്ന, അദ്കുറുക ഞാൻ ദിക്ർ ചെയ്യുന്നു, ദിക്റൻ കസീറ, എപ്പോഴെങ്കിലും നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല, നടക്കുമ്പോഴും യാത്രയിലും ഒഴിഞ്ഞിരിക്കുമ്പോഴും ഒക്കെയും ചിന്താശക്തി വികസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവരിൽ എന്നെ പെടുത്തട്. ഉസബ്ബിഹുക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ബുക്റത്തും വാസീല, പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും രാവിലെയും വൈകിട്ടും. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും കുടുംബത്തിന്റെ മേലിലും അള്ളാഹുവിന്റെ രക്ഷയും ഗുണവും വർഷിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയാണ് നാം കൊണ്ടുവരേണ്ടത്. ഇൻഷാ അല്ലാ, ഇതെല്ലാം ഓതിയതിന് ശേഷം പ്രത്യേകം സുന്നത്തുള്ള ഒന്നാണ് ഏത്? വുളൂ കഴിഞ്ഞു, കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഈ പ്രാർത്ഥന കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് പ്രത്യേകമായ സുന്നത്തുണ്ട്. സൂറത്തുൽ ഖദ്ർ, ഒരുപാട് എണ്ണമറ്റ പ്രത്യേകതകൾ വിവരിച്ചിട്ടുള്ള ഒരു മഹത്തായ സൂറയാണ്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ സൂറ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതുപോലെയുള്ള അമലുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അമലിന് ഇരട്ടിയായിട്ടുള്ള പ്രതിഫലങ്ങളെ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ എന്ന ഒരു നല്ല ഉദ്ദേശമാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒന്ന്. അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറ 3 പ്രാവശ്യം ഓതൽ നമുക്ക് സുന്നത്തുണ്ട്. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആ ഖദറിന്റെ ചെറിയ ഒരു വിവരണം പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരോടും ദുആ വസിയത്തോടെ ഖൈറിനെ പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.